Vivo IQOO ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള IQOO Z6 ആണ് എൻ്റെ കയ്യിലുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു IQOO Z6 എങ്ങനെയുണ്ട്, മൊത്തത്തിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു കുട്ടി റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് പാക്കേജിങ്ങിൽ തന്നെ തുടങ്ങാം. സോ ബോക്സ് IQOOയുടെ ലെജൻഡറി ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് യെല്ലോ തീമിലാണ് വന്നിരിക്കുന്നത്. ബോക്സിനകത്ത് നമ്മൾക്ക് വേറൊരു മഞ്ഞ പെട്ടിയുണ്ട്. അതിനകത്ത് നമുക്ക് ഫോണിലിടാവുന്ന ഒരു TPU കേസ് വരുന്നുണ്ട്. അതിനകത്തൊരു ചെറിയ ബുക്ക് പോലത്തെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു സിം എജക്ടർ ടൂളുമാണുള്ളത്. ഇനി അതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ട്. അത് മാത്രമല്ലാതെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ നിങ്ങൾക്ക് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും അതുപോലെ തന്നെ ഒരു USB Type-C to USB Type-A കേബിളുമാണ് വരുന്നത്. സോ ഏറ്റവും ആദ്യം നമുക്ക് ഫോണിൻ്റെ ഡിസൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ടോട്ടൽ ഒരു ബോക്സി ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. എന്നാൽ അറ്റം കുറച്ച് റൗണ്ടഡ് ആയിട്ടുള്ള കോർണേഴ്സ് ആണ്. പക്ഷേ എൻ്റെ കളർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും, വെളിച്ചം അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ബ്ലൂ ആയിരിക്കും, അല്ലെങ്കിൽ വയലറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സിൽവർ ആയിരിക്കും. സോ ഒരു ഡ്യുവൽ ടോൺ അല്ലെങ്കിൽ ട്രിപ്പിൾ ടോൺ ഒക്കെ വരുന്ന പോലത്തെ ഒരു ഫിനിഷാണ്, മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. പല ആൾക്കാരും ഇത് കയ്യിലെടുക്കുമ്പോൾ ഇത് ഗ്ലാസ് ആണെന്ന് വിചാരിക്കും, പക്ഷേ പ്ലാസ്റ്റിക് ആണ്. ആൻഡ് അവിടെ തന്നെ നമുക്ക് ചെറിയൊരു ക്യാമറ ബംപ് ഉണ്ട്. അവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 MP ഒരു പ്രൈമറി ക്യാമറയും ഒരു 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, ഒരു ഫ്ലാഷും 5G എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ക്യാമറ അസ്ഫിരിക്കൽ എന്നും കൂടെ ചെറിയ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ബാക്കിൽ ഏറ്റവും താഴെ IQOO ബ്രാൻഡിങ് ഉണ്ട്. ഇനി മുകളിലായിട്ട് നമുക്ക് സിം ട്രേ വരുന്നുണ്ട്. ഇതൊരു ഹൈബ്രിഡ് സിം ട്രേ ആണ്. ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ ഒരു സിം വേറൊരു ആയിട്ട് ഇടാനായിട്ട് വരുന്ന ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. തൊട്ട് സൈഡിലൊരു മൈക്രോഫോൺ ഹോൾ ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ തന്നെയാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ പവർ ബട്ടൺ തന്നെയാണ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറായിട്ട് വരുന്നത്. അതുപോലെ താഴെ നിങ്ങൾക്കൊരു സ്പീക്കറും ഒരു USB-C പോർട്ടും അതേപോലെ ഒരു മൈക്രോഫോണും പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്കും കൂടെ ലഭിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ഓറിയോ. ഇനി നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഉൾപ്പെടുന്ന ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് വൈഡ് P3 കളർ ഗാമറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നു. അപ്പോൾ നിങ്ങൾ ഓവറോൾ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ലെഫ്റ്റിലും റൈറ്റിലും ചെറിയ തിക്കായിട്ടുള്ള ബെസൽസ് ഉണ്ട്, മുകളിലും തിക്കായിട്ടുള്ള ബെസൽ ഉണ്ട്, താഴെ ഒരു നല്ലൊരു ചിഹ്നം കൂടെയുണ്ട്. സോ ഓവറോൾ ഇവർ ഡിസ്പ്ലേ പറയുന്നത് അത്യാവശ്യം കളർ കാലിബ്രേറ്റഡ് ആണ് എങ്കിലും നോർമലി ഇവിടെ കാണുമ്പോൾ കുറച്ച് ഡള്ളായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ സെറ്റിംഗ്സിൽ കയറിയിട്ട് ഇവിടെ ഡിസ്പ്ലേ സെറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയുടെ ആ ഒരു കളർ സ്റ്റൈൽ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കളർ സ്റ്റൈൽ നിങ്ങൾ മാറ്റിയിട്ട് സ്ക്രീൻ സ്റ്റൈൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസം വരും. ബ്രൈറ്റ് എന്നിടുവാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചി ആയിട്ടുള്ള കളേഴ്സ് വരും. സോ ഓവറോൾ ഇൻഡോർ വിസിബിലിറ്റി നല്ലതാണ്. പക്ഷേ ഔട്ട്ഡോർ വിസിബിലിറ്റി ഡയറക്റ്റ് സൺലൈറ്റിൽ ലേശം കുറവാണെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഷാഡോസിലൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ വ്യൂയിങ് ആംഗിൾസിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും ഒരു IPS പാനലാണ് വന്നിരിക്കുന്നത്. ആ ഒരു IPS പാനലിൽ ഒരു വ്യൂയിങ് ആംഗിൾസും കിട്ടുന്നുണ്ട്. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ഈ ഒരു ബഡ്ജറ്റിന്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 695G പ്രോസറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഏകദേശം 4.1 ലക്ഷത്തോളം 122 സ്കോർ വരുന്ന ഒരു പ്രോസറാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡേ ടു ഡേ ടാസ്കിനൊക്കെ യാതൊരു പ്രശ്നവുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. യാതൊരു ജിറ്റേഴ്സോ ഗ്ലിച്ചോ അങ്ങനെ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടെ ഉള്ളതുകൊണ്ട്. പിന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് BGMI കോൾ ഓഫ് ഡ്യൂട്ടിയും കളിക്കാൻ പറ്റും. കോൾ ഓഫ് ഡ്യൂട്ടി നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം സെറ്റിങ്ങിൽ ഇടുവാണെങ്കിൽ, മാക്സിമം ഗ്രാഫിക്സിൽ ഇടുവാണെങ്കിൽ ഫ്രെയിം റേറ്റ് ഒരു പടി കുറവായിരിക്കും. മാക്സിമം ഫ്രെയിം റേറ്റിൽ ഇടുവാണെങ്കിൽ ഗ്രാഫിക്സ് ഒരു പടി കുറവായിരിക്കും. ഇനി BGMIയുടെ കാര്യം നോക്കുവാണെങ്കിൽ BGMIയിൽ നിങ്ങൾക്ക് അൾട്ര വരെയും കളിക്കാൻ പറ്റുന്നുള്ളൂ. എക്സ്ട്രീം അല്ലെങ്കിൽ എക്സ്ട്രീം പോകുന്നില്ല. സ്മൂത്തിലും അൾട്ര വരുന്നുണ്ട്. അതേപോലെ തന്നെ HDയിലും നമ്മൾക്ക് അൾട്ര ആ ഒരു രീതിക്കാണ് വരുന്നത്. പക്ഷേ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഇതിൽ പ്രൊലോങ്ഡ് ആയിട്ട് ഗെയിമുകൾ കളിച്ചപ്പോൾ പോലും ഹീറ്റിംഗ് ഇഷ്യൂ വന്നില്ല. 5 ലെയർ കൂളിംഗ് ടെക്നോളജി ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നു. ആൻഡ് ആക്ച്വലി അതിൻ്റെ എഫക്റ്റ് കാണുന്നുണ്ട്. പ്ലസ് ഇതിനകത്ത് അൾട്രാ ഗെയിം മോഡ് എന്ന് പറയും. ജസ്റ്റ് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരും. അതിനകത്ത് നിങ്ങൾക്ക് പെർഫോമൻസ് കൂടുതൽ വേണോ, ബാലൻസ്ഡ് ആയിട്ട് വേണോ, പവർ സേവിങ് വേണോ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഓവറോൾ ഗെയിമിങ്ങിന് ഈ ഒരു പ്രൈസ് പോയിന്റിന് അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിവൈസ്. ബൈ ദ വേ എൻ്റെ കയ്യിലുള്ള വേരിയൻറ്റ് ഏതാണെന്ന് പറഞ്ഞില്ല. ഇത് 8GB റാമും 128GBയുടെ വേരിയൻ്റ് ആണ്. ടോപ്പ് മോഡലാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 4GB റാം തൊട്ടാണ്. സോ 4GB 128, 6GB 128, 8GB 128 ആണ് വരുന്നത്. സോ ടോപ്പ് മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി ക്യാമറയുടെ കാര്യം സംസാരിക്കാം. ക്യാമറയിൽ എനിക്കൊരു മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഉള്ളത്.
50MP പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 50MP ഐ ഓട്ടോ ഫോക്കസ് ഉള്ള ക്യാമറയാണ് എന്ന് പറയുന്നു. ഡേ ടൈം പെർഫോമൻസിൽ എനിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും 50MP ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കളർ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് എടുക്കാൻ പറ്റുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലായാലും ഷാഡോസ് ആയാലും ഹൈലൈറ്റ്സ് ആയാലും അത്യാവശ്യം മാനേജ് ചെയ്ത് ഈ ഒരു പ്രൈസ് 13,000 റുപ്പീസിനല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് പോയിന്റ് 13,999 അതിന് മാനേജബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ എന്ന് തന്നെ പറയാം. വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ നമുക്ക് 1080p 60fps വരെയാണ് മാക്സിമം, 720p 3060 അതേപോലെ 1080p 60fps വരെയാണ് മാക്സിമം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. വീഡിയോ ക്വാളിറ്റിയും ഒരു ആവറേജ് വീഡിയോ ക്വാളിറ്റി എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഉള്ളത് 2 മെഗാ മാക്രോ ആണ്. ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു 2 മെഗാ മാക്രോ എന്ന്. പിന്നെ 2 മെഗാ ഒരു ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഡെപ്ത് സെൻസർ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് എഡ്ജ് ഡിറ്റക്ഷൻ ഒരു 10 പ്രാവശ്യം നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യമൊക്കെ അത്യാവശ്യം കറക്റ്റായിട്ട്, പ്രത്യേകിച്ച് ഈ ഹെയർ ലൈനിൻ്റെ അവിടെയൊക്കെ വരുമ്പോഴാണ് ലേശം പാളിപ്പോകുന്നു അത്യാവശ്യം ലൈറ്റൊക്കെ ഇല്ലെങ്കിൽ. ലൈറ്റിൻ്റെ കാര്യത്തിൽ നൈറ്റ് മോഡ് ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നു. നൈറ്റ് മോഡ് ഉണ്ട് എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ എക്സ്പെക്ടേഷൻ വേണ്ട. ഞാൻ ഫോട്ടോസ് കാണിക്കുന്ന പോലത്തെ നൈറ്റ് മോഡാണ് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നത്. ഫ്രണ്ടിലുള്ള ക്യാമറ 16 മെഗാ ഒരു സെൽഫി ഷൂട്ടറാണ്. സോ 16 മെഗാ സെൽഫി ഷൂട്ടർ ആണെങ്കിൽ കൂടി അത്യാവശ്യം ലൈറ്റ് വേണ്ടി വരും. ആൻഡ് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡയറക്റ്റ് ലൈറ്റിൻ്റെ അടിയിൽ ചെന്നിട്ട് ഫോട്ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലോൺ ഔട്ട് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഫേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ സെൽഫി എടുക്കുവാണ് ഔട്ട്ഡോറിലാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നേരിട്ട് വെയിലടിക്കാത്ത അല്ലെങ്കിൽ നേരിട്ട് പ്രകാശം വരാത്ത എന്നാൽ നല്ല പ്രകാശമുള്ള രീതിയിൽ ഫോട്ടോസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത സെൽഫീസ്, ഈ ഒരു ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിലുള്ള ഫോൺ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ലാത്ത സെൽഫി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ഇനി ഫ്രണ്ടിൽ വീഡിയോ നമുക്ക് 1080p 30fps വരെ എടുക്കാനായിട്ട് പറ്റും. IQOO C6 ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഓഡിയോയും IQOO C6 തന്നെയാണ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാനിപ്പോൾ 1080p 30fps റെക്കോർഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും പുറകിൽ ഭയങ്കരമായിട്ട് ഓവർ ബ്ലോൺ ആണ്. സോ ഡൈനാമിക് റേഞ്ച് കൺട്രോളിങ് ഭയങ്കര എന്താ പറയുക, ഒട്ടും മാനേജ്ഡ് അല്ല ഡൈനാമിക് റേഞ്ച്. നമ്മൾ നോർമലി തിരിച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദ മൊമെൻറ്റ് സി പുറകിൽ നിന്നൊക്കെ ലൈറ്റ് വരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്ക് ഫുൾ ബ്ലോൺ ഔട്ട് ആയിരിക്കും. ഈ ഒരു ചെറിയൊരു ഇഷ്യൂ ആണ് ഞാൻ കണ്ടത്. അല്ലാത്ത പക്ഷം ഡയറക്റ്റ് മുഖത്തേക്കാണ് ലൈറ്റ് അടിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത വീഡിയോസ് വ്ളോഗിങ്ങിനൊക്കെ ചെയ്യാനായിട്ട് പറ്റും. സോ ഓവറോൾ നിങ്ങൾക്ക് ക്യാമറയാണ് നിങ്ങളുടെ മെയിൻ എന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു പോയിന്റിൽ ക്യാമറ എന്ന് മാത്രമേ എനിക്കിതിനെ പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് ക്യാമറ സെൻട്രിക് ഫോൺ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഡിസൈൻ ക്യാമറയുടെ കൊള്ളാം. ഓക്കെ, ഇത് ആക്ച്വലി ഒരു സ്ലിം ആയിട്ടുള്ള ഫോണാണ്. ഏകദേശം 186 ഗ്രാം മാത്രമേ വെയിറ്റ് ഉള്ളൂ. എന്നാൽ ഇതിനകത്ത് 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഉണ്ട്. ഫാസ്റ്റ് ചാർജറും ബോക്സിൻ്റെ കൂടെ വരുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി കേട്ടോ. അത്യാവശ്യം ഒരു ദിവസം മുഴുവനും നിൽക്കും. ഇപ്പോൾ രാവിലെ തൊട്ട് നിങ്ങൾക്ക് വൈകുന്നേരം വരെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10% എൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. സോ വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ബാറ്ററി പറയാനില്ല. പക്ഷേ ബാറ്ററീനെ ആക്ച്വലി ഗവേൺ ചെയ്യുന്നത് ഇതിനകത്തുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ വന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ FunTouchOS 12 ആണ്, ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് ആക്ച്വലി ജാനുവരിയുടെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ് ആണ്. അതിനുശേഷം വേറെ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് FunTouchOSൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, അത്യാവശ്യം ബ്ലോട്ട് വെയേഴ്സ് ഉണ്ട്. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റാത്ത ബ്ലോട്ട് വെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പുഷ് നോട്ടിഫിക്കേഷൻസ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കും. സോ ഒരു FunTouchOS അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഒരു വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയാൻ OS ഭാഗത്ത് എനിക്ക് കണ്ടില്ല. പക്ഷേ ഓവറോൾ പെർഫോമൻസിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഇനി സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഫേസ് അൺലോക്ക് വരുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വളരെ ഫാസ്റ്റാണ്. അതിൽ കുറ്റമൊന്നും പറയാനില്ല. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് നിങ്ങളൊരു 13,000 അല്ലെങ്കിൽ 14,000 ആ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിവൈസ് വേണം എന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് ഡിവൈസ്, ബഡ്ജറ്റ് ഗെയിമിംഗ് എന്നൊക്കെ പറയുന്ന ഡിവൈസ് ആണെങ്കിൽ കൊള്ളാം. അതുമാത്രമല്ലാതെ നിങ്ങൾക്കൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിവൈസ് വേണം, പെട്ടിക്കകത്ത് ചാർജർ വേണം, ഒരു കേസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓവറോൾ നല്ലൊരു ഡിവൈസാണ് നമ്മുടെ IQOO C6. ആ ഒരു പ്രൈസ് പോയിന്റിന് വാല്യൂ ഫോർ മണി എന്ന് പറയത്തക്ക ഒരു ഡിവൈസ് തന്നെയാണിത്. ഓക്കെ, സോ അത്രേ ഉള്ളൂ നമ്മുടെ IQOO C6 റിവ്യൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.